നിർമ്മാണം ആരംഭിച്ച കൃത്യം 12 മാസം തികയുന്നതോടെ ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലെ മേൽപ്പാലം നിർമ്മാണം തുടങ്ങും മുൻപേ അധികൃതർ നൽകിയ ഉറപ്പ് ഇങ്ങനെയായിരുന്നു. എന്നാൽ പണികൾ തുടങ്ങി കൃത്യം 1 വർഷവും 1 മാസവും പിന്നിടുമ്പോൾ ചെട്ടിപ്പടി റെയിൽവേ മേൽപ്പാലത്തിന്റെ സ്ഥിതി എന്താണ്? കാണാം റിപ്പോർട്ട്. Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. നിർമ്മാണം ആരംഭിച്ച് കൃത്യം 1 വർഷം പിന്നിടുമ്പോൾ കമ്മീഷൻ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ചെട്ടിപ്പടിയിലെ റെയിൽവേ മേൽപ്പാലം. എന്താണ് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിലവിലെ അവസ്ഥ? നമുക്ക് പരിശോധിക്കാം. സാങ്കേതിക കുരുക്കുകൾക്കിടയിൽ കൈവിട്ടു പോകുമോ എന്ന ആശങ്കകൾക്കിടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ചെട്ടിപ്പടി റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണം ആരംഭിച്ചത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. പദ്ധതി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 13 കമ്മീഷൻ ചെയ്യുമെന്ന് കാണിച്ച് അധികൃതർ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു. ആ ബോർഡ് നമുക്കൊന്ന് പരിശോധിക്കാം. ഓഗസ്റ്റ് 30 പൂർത്തീകരിക്കേണ്ട പ്രവൃത്തികൾ ഇപ്പോഴും ആരംഭദശയിൽ തന്നെയാണ്. പാലത്തിന്റെ കാലുകൾ പോലും മുഴുവനായി പണിതിട്ടില്ല. ആംബുലൻസുകൾ, സ്വകാര്യ KSRTC ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന റോഡിൽ ഇപ്പോഴും റെയിൽവേ ഗേറ്റ് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇരുവശങ്ങളിൽ നിന്നുമുള്ള വാഹനങ്ങൾ ട്രെയിൻ കടന്നു പോകുമ്പോൾ കാത്തുനിൽക്കേണ്ടി വരുന്നത് ഗതാഗത തടസ്സത്തിനൊപ്പം ബസ്സുകളുടെ മത്സരയോട്ടത്തിനു കൂടി വഴിവെക്കുന്നു. ഒപ്പം ആംബുലൻസുകളിൽ യഥാസമയം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനാകാത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിലവിലുള്ള ഈ ഗതാഗത പ്രശ്നം എന്തായാലും പരിഹരിക്കപ്പെടും. ഇവിടെ ഇപ്പോൾ ആംബുലൻസുകളുടെ ഗേറ്റ് അടച്ചു കഴിയുമ്പോൾ ഇവിടെ 2 ആംബുലൻസ്, അവിടെ ആംബുലൻസൊക്കെ വന്ന് കിടന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇവിടെ ഈ ഗേറ്റിന് ഇടയ്ക്കിടയ്ക്ക് ലോറികളൊക്കെ തട്ടിയിട്ട് അധിക ദിവസം ഈ ഗേറ്റ് അടഞ്ഞു കിടക്കും. അപ്പോൾ അതിനൊരു പരിഹാരമാവും എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ചേളാരിത്ത് മറ്റേ ഹൈവേൻ്റെ പണി കഴിഞ്ഞ് ചമ്രവട്ട റോഡൊക്കെ നല്ല റോഡായതുകൊണ്ട് ഒരുപാട് വണ്ടികൾ, വലിയ വലിയ വണ്ടികൾ വന്നിട്ട് ഈ 1 കിലോമീറ്ററോളം തന്നെ പറയാം, ഒരു ട്രെയിൻ വന്നു കഴിഞ്ഞാൽ 1 കിലോമീറ്ററോളം അങ്ങനെ ബ്ലോക്കാണ്. അതേപോലെ ചെട്ടിപ്പടി അങ്ങാടി നല്ല തിരക്കുള്ള അങ്ങാടിയാണ്, അവിടെ ഇതേപോലെ തന്നെ ബ്ലോക്കാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് തീർത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗതാഗത കുരുക്കൊന്നും പരിഹരിക്കപ്പെടുള്ളൂ. ആംബുലൻസുകൾ കൃത്യമായിട്ടൊരു ദിവസം ഒരു 5-8 ആംബുലൻസുകൾ കുടുങ്ങുന്ന ഒരു ഗേറ്റാണ്. എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്കുള്ള ഈ ബുദ്ധിമുട്ട്, യാത്രാ സൗകര്യം ഒന്ന് മെച്ചപ്പെടുത്താൻ പറ്റും. റെയിൽവേ ഗേറ്റിൽ വാഹനങ്ങൾ വന്നിടിച്ച് തകരാർ സംഭവിക്കുന്നത് മൂലം പലപ്പോഴും തിരക്കേറിയ റോഡിൽ ഗേറ്റ് അടച്ചിടേണ്ടി വരുന്നതും പ്രതിസന്ധിയാണ്. ഇടക്കിടക്ക് റെയിൽവേൻ്റെ പ്രശ്നങ്ങൾ, റെയിൽവേ ഇടക്കിടക്ക് കംപ്ലൈൻറ്റ് വരും. വണ്ടി തട്ടിയിട്ടായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ, രോഗികൾ, ഇതുമാതിരി യാത്രക്കാർ ഒരുപാട് പോകുന്ന റോഡാണിത്. കാരണം നമ്മളെ പാലത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പരമായിട്ട് ഒരുപാട് ബസ്സുകൾ, വാഹനങ്ങളൊക്കെ ഇതിൽ കൂടെയാണ് കൂടുതൽ കടന്നു പോകുന്നത്. ഇവിടെ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 യാത്രക്കാർ ഇപ്പം ഇവിടെ ആ ചളിയിൽ വീണ് അവർക്കൊക്കെ സാരമായിട്ടുള്ള പരിക്ക് പറ്റി. ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് ആ ഫാമിലിനെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പാലം എല്ലാവരും നമ്മളെ പരിഹസിക്കുന്നൊരു പാലമായിട്ട് മാറി. നമ്മളെ ഈ ചെട്ടിപ്പടി പാലം മറ്റുള്ള എല്ലാ സ്ഥലത്തും സൗകര്യങ്ങൾ വന്നു. എല്ലായിടത്തും റോഡ് വികസനം വേഗത്തിൽ പൂർത്തിയാക്കുമ്പോഴും ചെട്ടിപ്പടിയിലെ റോഡ് പഴയതിനേക്കാൾ മോശം അവസ്ഥയിലാണുള്ളത്. റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ ഭാഗമായെടുത്ത കുഴികളിൽ നിന്നുള്ള മണ്ണ് റോഡിലേക്കിട്ടതോടെ വാഹനയാത്രയും കാൽനടയാത്രയും കൂടുതൽ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. നടുവിലുള്ള കാലുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 2 ദിവസം മുമ്പ് കുഴിയെടുത്തു. ആ കുഴിയിലെ ചളി മുഴുവൻ റോഡിലേക്ക് വന്നുകൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാർക്കും അതുപോലെ യാത്രക്കാർക്ക് ദുഷ്കരമാവുന്ന രീതിയിൽ കണ്ണിലേക്കൊക്കെ പൊടി പാറി, അതുപോലെ തന്നെ ഇവിടെ നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഈ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും 5-6 തൊഴിലാളികൾ കൊണ്ടാണ് ഇത്ര വലിയൊരു വർക്ക് ഇവിടെ ഈ കരാറുകാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലത്തിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും 4-5 തൊഴിലാളികൾ മാത്രമാണ് ജോലിക്കായുള്ളത്. ഇങ്ങനെ പോയാൽ നിർമ്മാണം ഇനിയും അനിശ്ചിതമായി നീളുമെന്നതാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്ന ആശങ്ക. നിർമ്മാണം ആരംഭിച്ച് കൃത്യം 1 വർഷവും 1 മാസവും പിന്നിട്ടിരിക്കുന്നു. ചെട്ടിപ്പടിയിലെ യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരവും ഇതുവരെ ആയിട്ടില്ല. നിർമ്മാണ പ്രവൃത്തികൾ എങ്ങും എത്തിയിട്ടില്ല. ചെട്ടിപ്പടി റെയിൽവേ മേൽപ്പാലത്തിന്റെ അവസ്ഥ പഴയതിനേക്കാൾ കഷ്ടത്തിൽ തുടരുകയാണ്. പണികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ആളുകളുടെ ദുരിതത്തിന് യാതൊരു ശമനവുമില്ല. ഇനി എന്ന് പൂർത്തിയാകുമെന്ന് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് ഈ ജനങ്ങൾ. ക്യാമറ പേഴ്സൺ ബിജുവിനോടൊപ്പം അശ്വിനി ശ്രീവേൽ, കേരള വിഷൻ.